ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കടുത്ത വരൾച്ച, മൺസൂണിലെ കുറവ്, ആന്ധ്രയിൽ നിന്ന് കാര്യമായി അരി ലഭിക്കുന്നില്ല. ഇതിനൊപ്പം കേന്ദ്ര അരിവിഹിതത്തിൽ 2 ലക്ഷം മെട്രിക് ടണ്ണിന്റെ കുറവ് കൂടി വന്നതോടെ പ്രതിസന്ധി രൂക്ഷമായെന്ന് ഭക്ഷ്യമന്ത്രി വിശദീകരിച്ചു. പൊതുവിപണിയിൽ അരിവില 21% വർദ്ധിച്ചുവെന്ന് പി തിലോത്തമൻ സമ്മതിച്ചു. സാധ്യമായ രീതിയിലെല്ലാം വിപണി ഇടപെടൽ നടക്കുന്നു. 39 രൂപ 50 പൈസയ്ക്ക് 1000 മെട്രിക് ടൺ അരി ആന്ധ്രയിൽ നിന്ന് നാളെ എത്തും. ഇതോടെ അരിവില കുറയുമെന്നാണ് ഭക്ഷ്യമന്ത്രിയുടെ വാദം. ആന്ധ്ര എന്നുള്ള അരി ഉൽപാദനം കുറഞ്ഞതും വേറൊരു ഗണ്യമായ ഭാഗം ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകുന്നതും കർണാടകവും തമിഴ്നാടും ആന്ധ്ര അരിയെ അഭയം പ്രാപിച്ചതുമെല്ലാം നമ്മുടെ ഇങ്ങോട്ടുള്ള വരവിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട ചർച്ച കേന്ദ്ര അരിവിഹിതം കുറഞ്ഞതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വഴിമാറി. കഴിഞ്ഞ സർക്കാരിന്റെ പിടിപ്പുകേടാണ് അരിവിഹിതം കുറയാൻ കാരണമെന്ന് മുഖ്യമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും ആരോപിച്ചു. UDF കാലത്ത് 1 മണി അരി പോലും കുറഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു. അരിവിഹിതം പുനഃസ്ഥാപിക്കാൻ ഒരുമിച്ച് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാമെന്ന ധാരണ നിയമസഭയിലുണ്ടായി. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട ഭക്ഷ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. 14.25 ലക്ഷം മെട്രിക് ടൺ അരി FCI ഗോഡൌണിൽ കിടന്നിട്ട് അത് സമയത്തിന് വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. വിലക്കയറ്റം നേരിടുന്ന കാര്യത്തിൽ പരാജയപ്പെട്ട മന്ത്രി തിലോത്തമൻ രാജിവെക്കുകയാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അരിവില 50 കടന്നിട്ടും സർക്കാർ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ലെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ M. ഉമ്മർ പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.